അങ്ങനെ ദേ മൊത്തം പുക നമ്മുടെ ഉപ്പേരി ഇവിടെ വാഴക്കൂമ്പ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്നിങ്ങനെ നമ്മൾ ചട്ടിയിലാണല്ലോ. ഓ ജ്യൂസ് എൻ്റെ മോളിപ്പോൾ ഇവിടെ കുതിന് ജ്യൂസ് അടിച്ചത് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലായതുകൊണ്ട് ഒത്തിരി കൂടി ഒന്ന് വേവാണ്ട് ഞാനങ്ങ് ഓഫാക്കി കഴിഞ്ഞാൽ, കാരണം ചട്ടി നമ്മൾ എന്തെങ്കിലും ഒരു എത്ര പേര് ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞുതരാണ്. ചട്ടി നമ്മൾ ഏകദേശം ഒരു വേവായി എന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ചട്ടി ഓഫാക്കണം കേട്ടോ. കാരണം ഇതിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചട്ടിയുടെ ചൂട് എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഇങ്ങനെ തണിഞ്ഞ് വരുവോളും ഭയങ്കര ചൂടായിരിക്കും. അറിയാമല്ലോ, നമ്മുടെ മണ്ണിന് ഉണ്ടാകുന്ന അതേ ചൂട് ഈ ചട്ടിക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു തരുന്നിട്ട് വേണ്ടല്ലോ അറിയാൻ. അപ്പം ഞാനൊക്കെ ഇതിലൊക്കെ വെച്ച് മീൻകറി വെക്കാറുണ്ട്. മീൻകറി വെച്ച് ഒരു 2 തിള തിളയ്ക്കുമ്പോഴേക്കും ഞാനതങ്ങ് ഓഫായിക്കാറുണ്ട്. ബാക്കി ഇതിങ്ങനെ അവിടെ കിടന്ന് തിളച്ചിട്ട് വറ്റി പോകുന്നൊരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നൊന്ന് എന്താ പറയുക സ്ലോ കുക്ക് ആവാണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അതിലങ്ങ് റെഡി ആയിക്കോളും. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എൻ്റെ പറഞ്ഞല്ല, മക്കളൊന്ന് ലീവായതുകൊണ്ട് അവർ ഓരോരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ വാങ്ങിക്കൊണ്ട് വെക്കും. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവളടിച്ച ജ്യൂസാണ്. നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസ് അടിക്കാനൊക്കെ അറിയാം. 6ാം ക്ലാസ്സിലിട്ടോ, 11 വയസ്സ്. അപ്പോൾ അവർ ജ്യൂസ് അടിക്കും. അത്യാവശ്യം അത്യാവശ്യത്തിനുള്ള കുക്കിങ്ങൊക്കെ അവർ തന്നെ ചെയ്യും. കാരണം അവർ ക്ലാസ് 8 വരുന്ന സമയത്ത് 2 കൈയിലും പെയിൻറ്റ് നിറയെ ആയിക്കൊണ്ടായിരിക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ അവർ തന്നെ ചായ ഇട്ട് കുടിച്ചൊക്കെ ശീലിക്കുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പം ഞാനിത് കുടിച്ച് തീർക്കട്ടെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വാഴക്കൂമ്പുള്ള ആൾക്കാർ, ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ടാറ്റാ.